കായംകുളത്ത് എം ലിജു വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ മുഖ്യ കാരണമെന്ന് പറയുന്നത് കായംകുളത്ത് പറയപ്പെട്ട നല്ല വികസന പ്രവർത്തനങ്ങൾ ഇതേവരെ നടന്നിട്ടില്ല. കായംകുളം ഉദാഹരണത്തിന് കായംകുളം ബസ് സ്റ്റാൻഡ് 20 കൊല്ലമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. 10 കൊല്ലം സദാശിവനും 10 കൊല്ലം പ്രതിഭയായിരുന്നു കായംകുളത്തിൻ്റെ MLA. നമ്മുടെ കായംകുളത്തിൻ്റെ ബസ് സ്റ്റാൻഡ് ഇത്രയുമായിട്ട് ശോചനീയാവസ്ഥയായിട്ട് ഒരു 10-20 കൊല്ലത്തോളമായി. പക്ഷേ ഈ അടുത്ത സമയത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് പൊളിച്ചു മാറ്റി ഒരു പേരിന് അവിടെ കൊണ്ടുവന്നൊരു കല്ലിട്ടയല്ലാതെ വേറെ സമഗ്രമായ വികസനങ്ങൾ ഒന്നും കായംകുളത്ത് നടന്നിട്ടില്ല. കായംകുളത്ത് ഒരു ഹോസ്പിറ്റൽ, ഒരു ബിൽഡിങ് പണിയാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. അത് ഇതേവരെ പൂർത്തീകരിച്ചിട്ടില്ല. ആ ബിൽഡിങ് അത് ഇപ്പോഴും അതിൻ്റെ അകത്ത് അറ്റകുറ്റപ്പണികൾ പോലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. എന്തുവാ പണിയുന്നതെന്ന് പോലും അവർക്ക് പോലും അറിയത്തില്ല. ഒരു 10 കൊല്ലത്തിന് മേളിലായി അതിന് പണി തുടങ്ങി. ഇതേവരെ അത് ഉദ്ഘാടനം ചെയ്യാനോ അത് രോഗികൾക്ക് തുറന്നു കൊടുക്കാനോ ഒന്നും അതിന് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കായംകുളത്തെ മാർക്കറ്റ്, ഒരു ബിൽഡിംഗ് അവിടെ പണിഞ്ഞു വെച്ച് മാർക്കറ്റ്, അതും ഇതേവരെ തുറന്നു കൊടുത്തിട്ടില്ല. അങ്ങനെ സമഗ്രമായ വികസനങ്ങളില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കറക്കങ്ങൾ ഇതും മാത്രമേ ഉള്ളൂ MLAയുടെ ഉള്ളത്. വേറെ ഒരു വികസന പ്രവർത്തനവും കാര്യമായി കായംകുളത്ത് നടന്നിട്ടില്ല. എം ലിജു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈ കായംകുളത്ത് ഇതിനു മുമ്പ് മത്സരിച്ചതാണ്. ശരിക്കും ജനങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. കായംകുളത്തെ ജനങ്ങൾക്ക് എം ലിജു എന്താണെന്നും ഏതാണെന്നും അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ ഈ അടുത്ത പ്രദേശത്ത് പോലുമില്ല. നല്ല അറിവും വായനശീലവും നല്ല വികസന പ്രവർത്തനത്തിന് പറ്റിയ കാഴ്ചപ്പാടുമുള്ള ചെറുപ്പക്കാരനാണ് എം ലിജു. എം ലിജു നമ്മുടെ MLA ആയിട്ട് വരേണ്ട ഈ നാടിൻ്റെ ആവശ്യമാണ്, നമ്മുടെ അനിവാര്യതയാണ്. അതുകൊണ്ട് എല്ലാവരും എം ലിജുവിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ പരിപൂർണമായ പിന്തുണ ഈ എം ലിജുവിനുണ്ടായിരിക്കുന്നതാണ്. ഈ റോഡ് വികസനം എന്ന് പറഞ്ഞാൽ ഏത് ഗവൺമെൻറ് വന്നാലും റോഡ് വികസനം നടക്കും. ഈ പറയുന്ന പോലെ സ്കൂളുകളിൽ ചിലപ്പോൾ 1-2 കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ടാവും MLA ഫണ്ട് കൊണ്ട്. അതല്ലല്ലോ വികസനം എന്ന് പറഞ്ഞാൽ. വികസനങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കായംകുളം താലൂക്ക്, ഈ താലൂക്ക് കൊണ്ടുവരും. ഇവർ 20 കൊല്ലത്തിന് മുമ്പേ സദാശിവൻ ഇവിടെ MLA ആയപ്പോഴും പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ താലൂക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. താലൂക്ക് കൊണ്ട് ഈ എന്തിനേറെ പറയുന്നത് താലൂക്ക് കൊണ്ട് ഇപ്പം നമ്മുടെ MLA നോമിനേഷൻ കൊടുക്കാൻ പോയത് ഹരിപ്പാട് ടൗണിലാണ്. അവിടാണ് താലൂക്ക് ഓഫീസ്. അവിടെ പോയാണ് ഈ MLA വരെ അവിടെ പത്രിക സമർപ്പിച്ചത്. അതുകൊണ്ട് നമുക്കൊരു താലൂക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഇവർ അക്കാലം മൊത്തം വോട്ട് മേടിച്ച് ഞങ്ങൾ കൊണ്ടുവരും. ഇപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. താലൂക്ക് എന്നൊരു വാക്ക് പോലും ഈ MLAയുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷക്കാരുടെ കയ്യിൽ നിന്ന് വരുന്നില്ല. അതുമാത്രമല്ല, ഈ ഇടതുപക്ഷ സർക്കാർ ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഏറ്റവും വലിയ അനിവാര്യതയാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഭരിച്ചു മുടിച്ച് കുട്ടിച്ചോറാക്കിയിട്ട് കേരളം. കാരണം അതിന് ഉദാഹരണമാണ് നമ്മുടെ വിലക്കയറ്റം, നമ്മുടെ വീടിൻ്റെ പെർമിറ്റ്, വെള്ളക്കരം, കറണ്ട് ചാർജ് 4-5 തവണയാണ് കൂട്ടിയത്. 1000 രൂപ 1500 രൂപ കറണ്ട് ചാർജ് അടയ്ക്കുന്നവർക്ക് 5000, 6000, 7000 ഒക്കെയാണ് കറണ്ട് ബില്ല് വരുന്നത്. അതുമാത്രമല്ല, വിലക്കയറ്റം, നിത്യോപയോഗ സാധനത്തിന് വമ്പിച്ച വിലക്കയറ്റമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ പോകേണ്ട. അതുമാത്രമല്ല, ബിസിനസ് രംഗം താറുമാറായി. നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ ബിസിനസ്സും പുറകോട്ടാണ്. എത്ര കടകളാണ് പൂട്ടിപ്പോകുന്നത്, എത്ര സ്ഥാപനങ്ങളാണ് പൂട്ടിപ്പോകുന്നത്. ഇതെല്ലാം പൂട്ടിക്കെട്ടി ആൾക്കാർ ഒരു 10 ലക്ഷം രൂപ മുടക്കി അവൻ്റെ കാശ് മൊത്തം, ഒരു ലോൺ എടുത്താൽ 10 ലക്ഷം രൂപ ഒരാൾ ഒരു സംരംഭം തുടങ്ങിയാൽ അവന് 5 മാസം പോലും ആ സ്ഥാപനം നടത്താൻ പറ്റത്തില്ല. അതേപോലെ നാട്ടിൽ ഇത്ര അരാജകത്വമായ ഒരു ഭരണം 10 കൊല്ലം കൊണ്ട് ഇവർ ഭരിച്ചു മുടിച്ചു കുട്ടിച്ചോറാക്കി. പിന്നെ ഇവർ പറയുന്നത് തുടർഭരണം കിട്ടിയെന്ന്. ഇത് കോവിഡ് കാലത്ത് കിറ്റുകളും എല്ലാ വീട്ടുകളും കൊടുത്ത് കിറ്റ് കൊടുത്ത് വോട്ട് പിടിച്ചവരാണ് ഇവർ. ഇനി അത് നടക്കത്തില്ല. ജനങ്ങളിത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ജനങ്ങളൊരു അവസരത്തിന് കാത്തിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് പാർലമെൻറ്റ് ഇലക്ഷനും ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനും നഗരസഭാ ഇലക്ഷനുകളൊക്കെ അമ്പയെ പരാജയപ്പെടാൻ കാരണം ഇതാണ്. ജനം മടുത്ത്. ഇനി ഒരു അവസരം അവർ 9-ാം തീയതി അവർ കരുതിയിരിക്കുകയാണ് ഈ സർക്കാരിനെ പിടിച്ച് താഴെയിടാൻ. ഉറപ്പായിട്ടും അത് നടന്നിരിക്കും. VD സതീശൻ പറയുന്നതിന് കാരണമുണ്ട്. ഇവർ ഈ പറയുന്ന MLAമാരെ നോക്കിയല്ല ഇവിടെ വോട്ട് ചെയ്യുന്നത്. ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം. ഇവിടെ എന്തോ ലഹരി മാഫിയ, മയക്കുമരുന്ന്, ബാറുകൾ. ഇപ്പം ഞങ്ങൾ മദ്യവർജനമെന്നും പറഞ്ഞ് വന്നിട്ട് 850 ബാറാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 25 ബാറാക്കി കുറച്ചത്. ഇവരിപ്പോൾ 850, 900-ഓളം അടുത്ത ബാറുകളാണ് കേരളത്തിൽ തുറന്നു കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ബിവറേജുകൾ
ഇവർ ഈ നാട് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ പിള്ളേരും ലഹരിക്ക് അടിമകളാണ്. ഇത് എല്ലാം ജനം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എം എൽ എമാരെ കണ്ടല്ല വോട്ട് ചെയ്യുന്നത്. എം എൽ എമാരെ കണ്ടുകൊണ്ട് മാത്രമല്ല വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ ഈ ഭരണത്തെ വിലയിരുത്തിക്കൊണ്ട് മാത്രമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. 100 സീറ്റിൽ മേലിൽ UDF പിടിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അതിനുള്ള സാഹചര്യം ഈ കേരളത്തിലുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇവിടെ നടക്കുന്ന അഴിമതി, സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമം നടത്തി ബോംബെയിൽ. എന്നിട്ട് അവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തെന്നും പറഞ്ഞ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് ഒരു ഗാനമേള, ഇവരുടെ മറ്റേ അയ്യപ്പ സംഗമത്തിന്റെ ഗാനമേള ഉണ്ടല്ലോ, അവരുടെ ഈ ഭജന സംഘം. ഭജന സംഘത്തിന്റെ ഗാനമേള നടത്തി. 8 ലക്ഷം രൂപ അവരുടെ കാശ് ഒരു ദിവസത്തേക്ക്. അവര് വന്നില്ല. അന്ന് അവർക്ക് തൃശ്ശൂരിൽ പരിപാടിയായിരുന്നു. ഇവര് സഹാക്കന്മാര് എഴുതിയെടുത്ത്, റെസിപ്റ്റ് എഴുതിയെടുത്ത് 8 ലക്ഷം രൂപ. അങ്ങനെ കേരളം മൊത്തം കൊള്ളയടിച്ച്, ഇത് മൊത്തം സഹാക്കന്മാർ കീശയിലാക്കി. അവരെല്ലാം കോടീശ്വരന്മാരായി. സഹാക്കന്മാരൊക്കെ രക്ഷപ്പെട്ട് അവരൊക്കെ അണിമാളികൾ പണിഞ്ഞ് അവർ പിൻവാതിലിൽ കൂടെ അവരെല്ലാം ജോലിക്ക് കയറ്റി. ഇതൊന്നും സർക്കാർ, നമ്മുടെ ചെറുപ്പക്കാർക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ജോലികളില്ല. ഇവരെല്ലാം മുട്ടിലഴയ ഗവൺമെന്റ് ഇവിടെ തിരുവനന്തപുരത്ത്. ഇവർ എല്ലാവരും പിൻവാതിലിൽ കൂടെ നിയമിച്ച സഹാക്കന്മാരെയെല്ലാം.